ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൺ. ഇന്ന് ഞാൻ ചക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അതിന് വേണ്ടി ഞാനൊരു ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരു 3 വിസിലടിയുമ്പോഴത്തേക്കിന് ഈ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണിത്. അപ്പോൾ വെന്തതിന് ശേഷം ഒന്നിത് വറുത്തെടുക്കുക. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അഥവാ വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ ഓയിൽ എടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 3-4 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, കരിഞ്ഞു പോകരുത്. ഇതെല്ലാം ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ചക്ക ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചക്ക ഫുള്ളും ഇതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു തേങ്ങൻ്റെ പകുതി തേങ്ങ ഉണ്ട്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ചക്ക ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റാണ്. ഞാനിത് ഇന്ന് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ചക്ക വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.